ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിലോട്ട് പോവാണ്. UK പോസ്റ്റ് ഓഫീസ് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഈ കാണുന്ന ഓപ്പോസിറ്റ് റോഡ് നമ്മൾ ക്രോസ് ചെയ്യാനുണ്ട്. അതിന് ഈ റോഡിൽ വരച്ചിരിക്കുന്ന ഫിൽട്ടർ ലൈനിൽ കൂടെ വേണം നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ. അതിന് മുന്നേ നമ്മൾ ഈ കാണുന്ന പുഷ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ സിഗ്നൽ ചേഞ്ച് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് റെഡ് സിഗ്നൽ ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് ഗ്രീനിലോട്ടായി മാറും. ഇപ്പോൾ കറൻ്റ്ലി റോഡിൻ്റെ രണ്ട് സൈഡും വണ്ടികളൊന്നുമില്ല, എന്നാൽ കൂടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ നമ്മുടെ അലൗഡ് അല്ല. നമ്മൾ ഇതുപോലെ സിഗ്നലിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രീനായി കാണാം. ഇതുപോലെ നമുക്കിനി റോഡ് ക്രോസ് ചെയ്യാം. റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ റോഡിലോട്ട് ഞാൻ നടക്കുകയാണ്. ഇനി നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഇതുപോലെ നിറയെ വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരേ സ്ട്രക്ചറിലാണ് ഈ വീടുകളെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെൻറ് റൂളാണ് ഒരു യൂണിറ്റിലുള്ള എല്ലാ വീടുകളെല്ലാം ഒരേ സ്ട്രക്ചറിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിറയെ വീടുകളിൽ ഡിഷസ് ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള പോലെ TV ഡിഷസ് എല്ലാം ഈ വീടുകളിലും നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് ഒരു പബ്ലിക് ലൈബ്രറിയാണ്. ഫ്രീ അഡ്മിഷനാണ് ഈ ലൈബ്രറിൻ്റെ അകത്തോട്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിനകത്തോട്ട് കയറി ബുക്സ് മേടിക്കാനോ വായിക്കാനോ ചെയ്യാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ആക്ടിവിറ്റീസും കൂടെ ഈ ലൈബ്രറിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ കുറേ പ്രാവുകളെ കാണാൻ പറ്റും. ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്ത ബിസ്ക്കറ്റ്സും ബ്രെഡൊക്കെയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു ഓഫ് ലൈസൻസ് ഷോപ്പ് എന്നാണ് പറയുക. പിന്നെ ഈ കാണുന്ന ഒരു പോസ്റ്റ് ബോക്സ്, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഒരു പോസ്റ്റ് ബോക്സ് ഇവിടെയുണ്ട്. അതിൻ്റെ കളക്ഷൻ ടൈംസും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് തന്നെ അവർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു സീബ്ര ക്രോസിംഗ് നമുക്ക് കാണാൻ പറ്റും. ഈ സീബ്ര ക്രോസിൻ്റെ രണ്ടറ്റത്തുള്ള 2 ലാംപ്സും 24 hours അത് ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സീബ്ര ക്രോസിംഗ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് കടക്കുമ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസ് എത്തിച്ചേരാണ്. ഇതൊരു പോസ്റ്റ് ഓഫീസ് മാത്രമല്ല, ഒരു ഷോപ്പും വിത്ത് കമ്പൈൻഡ് ആണ്. ഇതിൻ്റെ അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ 2 കൗണ്ടേഴ്സ് കാണാൻ പറ്റും. ഒന്ന് ഷോപ്പിനുള്ളതും ഒന്ന് പോസ്റ്റ് ഓഫീസിനകത്തുള്ളതും. ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ തന്നെ ഓൾറെഡി നിറയെ ആളുകൾ പാഴ്സൽസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പാഴ്സൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ അകത്ത് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഷോപ്പിൻ്റെ സെക്ഷനും അപ്പുറത്ത് പോസ്റ്റ് ഓഫീസിൻ്റെ സെക്ഷനും. ഈ കാണുന്ന ക്യൂ എല്ലാം പോസ്റ്റ് ഓഫീസിലോട്ടുള്ള സെക്ഷനാണ്. ഇവിടെ ഞാനും ഇതുപോലെ വെയിറ്റ് ചെയ്ത് ക്യൂവിൻ്റെ മുന്നേ നിൽക്കുകയാണ്. ഈ കാണുന്നത് പോസ്റ്റ് ഓഫീസിലുള്ള ഒരു ATM കൗണ്ടറാണ്. നമുക്ക് ആവശ്യമുള്ള ക്യാഷ് നമുക്ക് അതിന് വിഡ്രോ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ വന്നേക്കുന്നത് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രീ പിക്കപ്പാണ് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുക. അങ്ങനെ കൗണ്ടറിൽ ക്യൂ നിന്ന് ഞാൻ എൻ്റെ പ്രൊഡക്റ്റും മേടിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇനി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ഈ ഫ്രണ്ടിൽ കാണുന്നത് ഒരു സൈക്കിളാണ്. ഇതൊരു ഡെലിവറി സൈക്കിളാണ്. അതിൻ്റെ ഡെലിവറി ബാഗും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റും. ആ സൈക്കിളിൻ്റെ ലോക്ക് ഈ കാണുന്ന പോസ്റ്റിൽ അവർ ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു ഇലക്ട്രിക് സൈക്കിളാണ്. ഇനി മുന്നോട്ട് നടക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഡെൻ്റൽ സർജറി കാണാൻ പറ്റും. പല്ലിൻ്റെ എല്ലാ പരവുമായിട്ടുള്ള സർജറികളെല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ കൺസൾട്ടേഷൻ ടൈമിങ്സും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ മേലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ എത്തിച്ചേരുകയാണ്. ഈ ജംഗ്ഷനിൽ ഓൾറെഡി ഗ്രീൻ സിഗ്നലായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ അലൗഡാണ്. അങ്ങനെ റോഡെല്ലാം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എത്തിച്ചേരുന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.